ഷോപ്പിലോട്ട് പോവാനായിട്ട് നടക്കാണ്. മൊത്തം ടയേർഡാണ്, നടുവും കൈയും കാലും ഒക്കെ മൊത്തം വേദന. ഇനിയിപ്പോ ഈ പ്രാവശ്യത്തെ ഓണം അങ്ങനെ പോയി കിട്ടി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പ്രാവശ്യം അമ്പലത്തിലൊക്കെ പോയി നാലാളൊക്കെ കാണണം. നല്ല രസമല്ലേ പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ മുണ്ടും അതേപോലെ തന്നെ സെറ്റ് സാരിയൊക്കെ കൊടുത്തോണ്ട് വരുമ്പോ അവരെയൊക്കെ കാണാനായിട്ട് നല്ല രസമല്ലേ. അപ്പൊ അതൊക്കെ കാണണം, എല്ലാവരെയും കാണണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഇനി അത് നടക്കില്ല. ഇനി ഏതെങ്കിലും പ്രാവശ്യം നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പ്രാവശ്യത്തെ എൻ്റെ ഓണം പോയി കിട്ടി. അമ്പലത്തിലൊന്നും പോകാൻ പറ്റൂല. ഭയങ്കര സങ്കടമായിപ്പോയി. വീട്ടിലോട്ട് പിന്നെയും തിരിച്ചു കിടക്കണ റേഷൻ കാർഡ് എടുക്കാൻ മറന്നുപോയി. ഓണത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പം അതിന് റേഷൻ കാർഡ് എടുക്കാൻ മറന്നുപോയി. ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പേ മൊത്തം ടയേർഡായിരുന്നു. അതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് ഓർമ്മയൊന്നും കിട്ടണ്ടായില്ലത്. കുഞ്ഞിവിടെ എത്തി. കുഞ്ഞിപ്പനെ കൊല്ലും. കുഞ്ഞ് റേഷൻ കാർഡ് എടുക്കാൻ പോയത് അവിടെ മറന്നുപോയി. അവിടം വരെ എത്തിയതായിരുന്നു. കുഞ്ഞിതേ പോത്തിനഴിച്ചേട്ടാനായിട്ട് കുഞ്ഞിവിടെ എത്തി. ഞാൻ അവിടം വരെ എത്തിയതാണ്, പുത്തങ്കാട് വരെ എത്തിയതാണ്. എന്നിട്ട് തിരിച്ചു കിടന്ന് റേഷൻ കാർഡ് എടുക്കാൻ മറന്നുപോയി. വയ്യാത്തതുകൊണ്ട് ടയേർഡായതുകൊണ്ട് ഓർമ്മയൊന്നും കിട്ടിയില്ല. അങ്ങോട്ട് റേഷൻ കാർഡൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇന്ന് പോയി ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോയി വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ, വീട്ടിലോട്ട് സാധനങ്ങൾ എത്തുള്ളൂ. കുഞ്ഞിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സാധനങ്ങൾ എത്തുള്ളൂ, പകുതി ഒന്നും എത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോയാലാണ് എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് വീട്ടിലെത്തുള്ളൂ. ഓരോന്നൊക്കെ നോക്കി വാങ്ങിക്കാൻ പറ്റുള്ളൂ. കുഞ്ഞിനതറിയില്ലല്ലോ ഓരോന്നൊക്കെ നോക്കി വാങ്ങിക്കാൻ. കുഞ്ഞിന് പിന്നെ എഴുതി കൊടുത്ത് വിടണം, അവനത് മാത്രം വാങ്ങിച്ചുകൊണ്ടുവരുള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞാൽ കട മൊത്തം വാങ്ങിച്ചുകൊണ്ടുവരും. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണം, സപ്ലൈകോയിൽ പോകണം, അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. പിന്നെ പുരികം ത്രെഡ് ചെയ്യാൻ പോകണം. പുരികം കാട് പോലെ വളർന്നിട്ടുണ്ട്. പുരിയം ത്രെഡ് ചെയ്യണം. ഞാൻ പറവൂരായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വാണിയക്കാട് അവിടെ ഞങ്ങളുടെ ജിമ്മിൻ്റെ അവിടെ ഓപ്പോസിറ്റായിട്ട് ഒരു പുരിയം ത്രെഡ് ചെയ്യണ സ്ഥലമുണ്ട്. ഞാൻ എന്ത് ചെയ്താൽ അവിടെ പോയിക്കൊണ്ട് പുരിയം ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട്. ഞാൻ എൻ്റെ കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സുന്ദരിയായിട്ടിരിക്കണമല്ലോ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇനി ഞാൻ അവിടെ പോയി ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ചെന്നിരുന്നു, പക്ഷേ ആ ചേച്ചി അടച്ചിട്ടേക്കായിരുന്നു. പിന്നെ ആ ചേച്ചിയുടെ ഫോൺ നമ്പർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇന്ന് അവിടെ പോയി പുരിയൊക്കെ ത്രെഡ് ചെയ്യണം. പോകാനൊക്കെ പറ്റുമെന്നോ ഒട്ടും കൊണ്ട് വയ്യ. എന്നാലും ഓണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, വയ്യാന്നും പറഞ്ഞുകൊണ്ട്. കുഞ്ഞു തന്നെ ഉണ്ടാ പോത്തിനെ കെട്ടിക്കൊണ്ട്. ഓ എന്താ ചിരി ഉണ്ടാ മതി. അമ്മാവൻ്റെ കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് അമ്മാവന് 30 വയസ്സാവൂട്ടാ. അമ്മാവന് കുറച്ചാളെ 30 വയസ്സാവും. പിന്നെ അമ്മാവനായി. കൊറേ പട്ടികളുണ്ട്. പട്ടി ആ പട്ടി ഞങ്ങളെ കാണുമ്പോഴേക്കും കുരയ്ക്കും കേട്ടോ. അവൻ പറയണേ പട്ടി കാണുമ്പോ കുരയ്ക്കുണ്ട്. എന്റെ ട്രോളാനായിട്ട് വേറെ ആരുടെ ഇത് വേണ്ട, അവൻ തന്നെ ട്രോളിക്കോളും. നീ എന്താണ് എന്നെ തട്ടിക്കൊണ്ടു പോകണ? എന്നെ തട്ടിക്കൊണ്ടു പോകണല്ലാണ് ഇവിടുത്തെ വണ്ടി ഓടിച്ചോണ്ട് പോണേ. അതെന്റെ ഫ്രണ്ട്സ് ആയാലോ ഇവനായാലോ തന്നെ. ഞാൻ എന്റെ ഫ്രണ്ട്സ് നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടു പോകണമെന്നിരിക്കും. അതേപോലെയാണ് വണ്ടി ഓടിക്കുള്ളൂ. അതേപോലെയാണ് കുഞ്ഞു ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കും. ഞാനോർക്ക് ഇവരെന്നെ തട്ടിക്കൊണ്ടു പോകണമെന്ന് ഓർക്കും. വെള്ളം എവിടെ പുഴയാണ്, പുഴയിൽ കൂടെ വെള്ളം അടിച്ചോണ്ടാ വണ്ടി ഓടിച്ചോണ്ടാണ്.